ഞാന് അവരുടെ ഫെഫ്കയുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു വാർത്ത ഇപ്പൊ ഞങ്ങൾ കണ്ടത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഫെഫ്കയ്ക്ക് അങ്ങനെ ഒരു താക്കീത് കൊടുക്കാനുള്ള ഇതെന്താണ്, അതേത് എന്ത് പവറാണ് എനിക്കറിഞ്ഞില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു പവർ കൊടുക്കാനോ ഇത് വിളിച്ചിട്ട് അയാളെ ഇത് ചെയ്യാനോ എന്താണ് ഉള്ളത്? അവർക്കുള്ള ഇത് പവർ എന്താണ്? കൊടുക്കേണ്ടത് നിർമ്മാതാക്കളും ഈ വ്യവസായത്തിന്റെ ആൾക്കാരല്ലേ. ഇതിന് കൊടുക്കേണ്ടത് ഇതിന്റെ കമ്മിറ്റിയല്ലേ. ഈ കമ്മിറ്റിയിൽ ഇന്നലെ നടന്ന കമ്മിറ്റിയിൽ ഇതൊരു കോംപ്രമൈസ് ചർച്ചയിലേക്ക് പോയതിനു ശേഷം ഷൈൻ ടോം ചാക്കോ അവിടെ നിരുപാധികം ഖേദം പ്രകടിപ്പിച്ചു. ഇനി ഇങ്ങനെ എന്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വളരെ ലഘുവായിട്ട് ഇത് ചെയ്തിട്ട് അതിന്റെ ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉടനെ യോഗം ചേർന്നിട്ട് അതിന് വേണ്ട നടപടി താക്കീതോടെ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് വിശ്വസിച്ചത്. അതായത് ഒന്നും സംഭവിക്കില്ല, അത് ലഹരി അടിച്ചു വന്നാലും കുഴപ്പമില്ല, ഒന്ന് ഖേദം പ്രകടിപ്പിച്ചാൽ മതി. അല്ല, അങ്ങനെയല്ല. അങ്ങനെ ലഹരി അടിച്ചു വന്നാൽ ഇത് അറിയിക്കേണ്ട ബാധ്യത അതേ നിർമ്മാതാക്കൾക്കുണ്ടല്ലോ. അപ്പൊ നിർമ്മാതാവ് മറ്റൊരു പ്രശ്നമുണ്ട്, സിനിമ മുന്നോട്ട് പോവുകയില്ല, സിനിമ മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് ഒരു നിർമ്മാതാവും ഇത് വെളിയിൽ പറയില്ല. കഴിഞ്ഞ ദിവസം ഒരു നിർമ്മാതാവ് ഗതികെട്ടിട്ട് പറയുന്നുണ്ടായിരുന്നു ശ്രീനാഥ് ഭാസി രാവിലെ കഞ്ചാവ് ചോദിച്ചു എന്ന്. പക്ഷെ അതൊന്നും പിന്നെ പരാതിയായിട്ട് പറയാനൊന്നും അദ്ദേഹത്തിന് പറ്റുന്നില്ല. കാരണം പണം മുടങ്ങിപ്പോയില്ലേ. സിനിമ നിർമ്മിച്ചാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടോ എന്നുള്ളത് മുൻകൂട്ടി അറിയിച്ചിട്ടും ശ്രീനാഥ് ഭാസിയെ പോലുള്ള ഷൈൻ ടോം ചാക്കോയെ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ള ആൾക്കാർ വെച്ച് എന്തിനു സിനിമ എടുക്കുന്നു? ഇതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. സിനിമ എടുക്കാതിരിക്കുമോ? പക്ഷെ ആളുകൾ വെച്ച് സിനിമ എടുക്കുമ്പോൾ ഇങ്ങനെ സിനിമ എടുക്കാതിരിക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. നമുക്ക് പറയാൻ അർഹതയില്ല. കാരണം ഒരാളുടെ തൊഴിൽ നിഷേധിക്കാനൊന്നും അധികാരമില്ല ഇവിടെ ഒരു അസോസിയേഷനും ഒരു സംഘടനയ്ക്ക്.